ുന്ന വരുമാനം എവിടേക്കാണ് പോകുന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അവിടെ നിന്ന് 5 പൈസയുടെ വരുമാനമില്ല. അവരൊക്കെ ഇലക്ട്രിസിറ്റി ബില്ലടക്കാൻ പോലും ഗതിയില്ലാതെ അവരൊക്കെ പറ്റിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ജിനിലിൻ്റെ 5 വയസ്സുകാരൻ 65 ലക്ഷം അവൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വന്നിരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ ഇങ്ങനെയും ലക്ഷക്കണക്കിന് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ഇതുപോലെ ഒരു പണിയെടുക്കാതെ ഉള്ള ആൾക്കാർ ഇതുപോലെ കോടികൾ ഉണ്ടാക്കണമെന്നാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? അപ്പോൾ നിങ്ങൾക്ക് 1 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 10 പേര് ദുരിതത്തിലായിരിക്കും. അതാണ് ഈ പോൺസി സ്കീമിൻ്റെ കൊണം എന്ന് പറയുന്നത്. അതാണ് 10 ആളുടെ പൈസ എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കും. അങ്ങനെ ഒരുത്തൻ ഒന്നും അറിയാതെ 5 വയസ്സുകാരൻ 65 ലക്ഷം, എൻ്റെ മകൻ്റെ കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്, എൻ്റെ 5 വയസ്സുകാരൻ മകൻ്റെ വരുമാനം എന്ന് പറയുന്നത് 65 ലക്ഷമാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് മണി ചെയിൻ ചെയ്തിട്ട് ആണ് അവരൊക്കെ അത്തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ലീഡറുടെ പേര് പറയുന്നില്ല. അപ്പോൾ ആ ലീഡറുടെ വീട്ടിലെ എല്ലാവരും വയസ്സായ അമ്മ മുതൽ പ്രായപൂർത്തിയാകാത്ത മകള് അടക്കം ഐഡിയ അടിച്ചവരാണ്. എങ്ങനെയാണ് ഇവർക്കൊക്കെ വരുമാനം ഉണ്ടായിരിക്കുന്നത്? എന്ത് പണിയെടുത്തിട്ടാണ് ഇവർക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? കൊറോണ സമയത്ത് നമ്മളെ അന്നം തന്ന കമ്പനിയാണ് എന്നാണ് പറഞ്ഞത്. കൊറോണ സമയത്ത് ഇതുപോലെ ആൾക്കാരുടെ